കൊമ്മരമ്പത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ് എടേരത്തെ UDF സ്ഥാനാർത്ഥി മുസ്തഫ വറൂടനൊപ്പമാണ് മലബാർ ന്യൂസ് ഇന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. പതിനഞ്ച് വർഷത്തെ ജനപ്രതിനിധി എങ്ങനെയാണ് ഈ പ്രദേശത്തെ വികസനത്തിൽ പങ്കാളികളായത്? ഞാൻ ആദ്യമായി ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എനിക്ക് എന്താണ് പഞ്ചായത്ത് എന്നതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ആദ്യമായി ഞാൻ അക്കിപ്പാടം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അന്ന് തന്നെ മണ്ണാർക്കാട് താലൂക്കിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഞാനപ്പോൾ കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ 5 വർഷം അക്കിപ്പാടത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ വളരെയധികം. നിങ്ങൾക്ക് തന്നെ അറിയാം, ടെക്നിക്കൽ സ്കൂള്, അതുപോലെ തന്നെ നമ്മൾ ആയുർവേദിക് ആശുപത്രി, അതോടൊപ്പം തന്നെ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ മാതൃക അംഗൻവാടി ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ ശോചനീയാവസ്ഥയിൽ കിടന്ന ഒരുപാട് റോഡുകളുണ്ടായിരുന്നു, അതെല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ കുളിക്കടവുകൾ ഒരുപാട് കിട്ടി. കുടിവെള്ളം, കുമരമ്പത്തൂർ കുടിവെള്ള പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിച്ചു. 3200ഓളം കണക്ഷൻ ഞാൻ ചാർജ് ഏറ്റെടുത്തതിന് ശേഷമാണ് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി വരുന്നത്. ആദ്യം ചെറിയൊരു കുറച്ച് ഈ പൊതു ടാപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിൻ്റെ നിന്ന് ആ പദ്ധതി ഏറ്റെടുത്ത് എല്ലാ വീടുകളിലേക്കും ഹൗസ് കണക്ഷൻ കൊടുത്ത് എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ആദ്യത്തെ 5 വർഷത്തിൽ ഞാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ നെക്സ്റ്റ് 5 വർഷം ഞാൻ പയ്യനടം പ്രദേശത്തെ പ്രതിനിധീകരിച്ചാണ് ജനപ്രതിനിധിയായത്. അതുമായി ബന്ധപ്പെട്ട് പയ്യനടം പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അക്കിപ്പാടായാലും പയ്യനാടായിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഈ കോട്ടയിലാണ് ഞാൻ മത്സരിക്കാറുള്ളത്. പയ്യനടത്ത് മത്സരിച്ചു. ആ സമയത്തും അക്കിപ്പാടത്തിനേക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഞാൻ. പാലക്കാട് ജില്ലയിൽ തന്നെ അത്ര വോട്ട് കിട്ടിയ വേറെ സ്ഥാനാർത്ഥിയില്ല. ഏകദേശം 411ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഞാൻ വിജയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പയ്യനടുത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA സഹായം വളരെയധികം കിട്ടിയിട്ടുണ്ട്. തൂക്കുപാലമായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ കുന്തിപ്പുഴ ഭാരതപ്പുഴ തെച്ചിയുന്ന ഏറ്റവും വലിയ കടവ് ഇവിടെ പയ്യനടത്താണ്. ഏനാനിമംഗലം ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മിച്ച കടവ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ തിരുനാവാഴയ്ക്ക് പോകുന്നത് അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ നമ്മളിവിടെ തന്നെ നമ്മളെ വിപുലമായ ഒരു കടവ് നമ്മളവിടെ നിർമ്മിച്ചു. അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, റോഡായിട്ടുണ്ടെങ്കിൽ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാർക്ക് വീടുകൾ ഒരുപാട് അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് നിർമ്മാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനുശേഷം അവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതുക്കുടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൈപ്പൊക്കെ ഇട്ട്, പിന്നെ അത് ഫ്ലഡിൽ ചെറിയൊരു അപകടം പറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമത് അതിൽ നിന്ന് പുനർനിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നത്തെ 5 വർഷം ഞാൻ ബ്ലോക്കിലേക്കാണ് മത്സരിച്ചത്. പയ്യനടുത്ത് മത്സരിക്കുമ്പോൾ ഞാൻ വികസനകാര്യ കമ്മിറ്റി ചെയർമാനായിരുന്നു. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ മണ്ണാർക്കാടത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. ഏകദേശം 4000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എനിക്ക് ബ്ലോക്കിലേക്ക് കിട്ടിയത്.
അപ്പോൾ ഇതൊരു മൊത്തത്തിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ എന്നിൽ അർപ്പിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചങ്ങലയിൽ ചാർജ് എടുത്തതിന് ശേഷം, ജനപ്രതിനിധിയായി ചാർജ് എടുത്തതിന് ശേഷം ഒരുപാട് മണ്ണാർക്കാട് ബ്ലോക്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ABC സെൻറ്റർ ഞാൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാനാകുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ സാധാരണ സ്ത്രീകൾക്ക് വന്ന് താമസിക്കാൻ ഒരു ഹോസ്റ്റലില്ല. അവർ വല്ല ഇൻ്റർവ്യൂവിനോ വല്ല ജോലിക്കോ വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയം കൂടാതെ ഒരു സ്ഥാപനം ഇവിടെ നമ്മളെ 1-2 സ്ഥാപനം അവിടെ വേണ്ട മാതിരി സൗകര്യങ്ങളില്ല. ആ ഒരു ബേസ് കണക്കാക്കി നമ്മൾ എറണാകുളത്തൊക്കെ കോർപ്പറേഷനിൽ ചെയ്ത മാതിരി ഒരു 100 പേർക്ക് താമസിക്കാനുള്ള ഒരു ഡോർമെൻ്ററി, ഒരു ഷീ ലോഡ്ജ്, അതോടൊപ്പം തന്നെ ഇനി സൗകര്യമുണ്ടെങ്കിൽ AC റൂമും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഒരു 1.5 കോടി രൂപ ചിലവിൽ ഇവിടെ നമ്മുടെ വട്ടമ്പലത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി ചങ്ങലേരി പ്രദേശത്ത് അവിടെ കൃഷിക്കാർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളവിടെ പുഴയിൽ ഒരു 35 അടി നീളത്തിലുള്ള ഒരു കിണർ നിർമ്മിച്ച് അതിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുപോയി മോട്ടർ വെച്ച് ആ പ്രദേശം കൃഷിക്കാർക്ക് ആവശ്യമായ വെള്ളം പുഴയുടെ നടിയിൽ നിന്നടിച്ച് ആ പ്രദേശത്തെ എല്ലാവർക്കും വെള്ളം ഇപ്പോൾ സുലഭമായി കിട്ടുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വേറൊരു കാര്യമാണ്, ചങ്ങലേരിയിൽ നമുക്കറിയാം അവിടെ ഒരു സബ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരണം, ഒന്നല്ലെങ്കിൽ മണ്ണാർക്കാട് വരണം, അതല്ലെങ്കിൽ കുമരംപുത്തൂരിൻ്റെ കുടുംബ ആരോഗ്യ കേന്ദ്രമുണ്ട് പള്ളിക്കുന്നാട് വരണം. അപ്പോൾ ഒരു 15-16 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അവിടെ ഗർഭിണികളും കുട്ടികളൊക്കെ അവിടെ കുത്തിവയ്പ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ആ സബ് സെൻറ്റർ ഒന്ന് വിപുലീകരിച്ചു, 2 നില കെട്ടിടമാക്കി അതിലെല്ലാ സൗകര്യത്തോടും കൂടി അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ DMOനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഗവൺമെൻറ്റിലേക്കൊരു സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പഞ്ചായത്തിൻ്റെ ബേസിലൊരു ഡെയിലി വേജസിനൊരു ഡോക്ടർ വെച്ചാൽ ആ കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ അവിടെ KPB കുടിവെള്ള പദ്ധതി ഒരു വലിയ പദ്ധതിയാണ്, അത് വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതിലുപരി എത്ര വർഷങ്ങളായി അവിടെ ഒരു പാണ്ടംകുളം എന്ന ഒരു കുളമുണ്ട്. അത് വലിയ 1 ഏക്കർ സ്ഥലത്താണ് ആ കുളം നിൽക്കുന്നത്. അത് അവിടെ നിൽക്കുമ്പോൾ ആ പ്രദേശത്തെ കിണറുകളിലൊക്കെ തന്നെ കിണറിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് അവിടെ ജനങ്ങളെ ആവശ്യം പരിഗണിച്ച് ഏതാണ് അതിൻ്റെ എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കി എൻ്റെ ഒരു DPR തയ്യാറാക്കി നമ്മളതിൽ 74 ലക്ഷം രൂപയാണ് അതിന് മൊത്തം കോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അത് നമ്മൾ ആ പൈസ പാസ്സാക്കിയപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിലുപരി ഇവിടെ നമ്മുടെ പള്ളിക്കുന്ന് വർഷങ്ങളായിട്ട് ഈ കുട്ടികൾക്ക് നീന്താൻ വേണ്ടി പഞ്ചായത്തിൻ്റെ കുളമാണ്. വർഷങ്ങളായിട്ട് അവിടെ നീന്തൽ പരിശീലനം ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതങ്ങനെ ശോചനീയാവസ്ഥയിലായിരുന്നു. അത് കൊണ്ടുവന്ന് അത് ക്ലിയറാക്കി അതിപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം. വളരെ നല്ല രീതിയിലുള്ള ഒരു കുളമായി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലായിട്ടുണ്ടെങ്കിലും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളും അതൊരു നമ്മൾ നിൽക്കുമ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള ഒരാളായിട്ടല്ല എന്നെ കാണുന്നത്. അതിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരണം, അങ്ങോട്ട് ഇപ്പോൾ ഉണ്ടായ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ 7ൽ നിൽക്കണം, അവിടെ വെള്ളപ്പാടത്ത് നിൽക്കണം, അങ്ങനെ ഒരേ ആവശ്യമായിരുന്നു ജനങ്ങൾക്കെല്ലാം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഞാൻ തിരഞ്ഞെടുത്തത് എടേരം സീറ്റാണ്. എടേരം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഇടതുപക്ഷം കാലങ്ങളോളായിട്ട് മറ്റൊരു കക്ഷിയും വരാത്ത ഇതാണ്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യമാണ് അവിടെ ഒരു ഇതുമാതിരി മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്ത മാതിരി ഒരു വികസന പ്രവർത്തനം ഇവിടെയും വേണം എന്നുള്ളത്. അങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതാണെങ്കിലും ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ റോഡുകളില്ല, വീടുകളില്ല,
അതുപോലെ തന്നെ നല്ലൊരു പദ്ധതി ആ പ്രദേശത്ത് അവിടെയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് അവിടെ. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ പദ്ധതികൾ ഒരു പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? എല്ലാം 50 ലക്ഷത്തിൻ്റെ മുകളിൽ 1 കോടിയുടെ പദ്ധതി, ഇതൊക്കെ ഇത്രയും വലിയ പദ്ധതികൾ എങ്ങനെ സാധിക്കുന്നു? അത് നമ്മൾ കണ്ടെത്തണം. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആയിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഈ വനിതാ ശിശു ക്ഷേമ വകുപ്പായിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്. അതൊന്നും ചിലതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഫണ്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചില കാരണങ്ങളാൽ ചില ഭാഗത്തൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഒരുപാട് ഫണ്ട് ലാപ്സായി സർക്കാരിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഫണ്ട് കണ്ടെത്തി നമ്മൾ അതിന് പറ്റിയ വ്യൂ ഏതവസ്ഥയിൽ നമുക്ക് ചിലവാക്കാം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അത് നമ്മൾ ഈ പറയുന്ന ഇംപ്ലിമെൻ്റ് ഓഫീസർമാരോട് ബന്ധപ്പെട്ടിട്ട് നമ്മളിത് നടപ്പിലാക്കാൻ പറ്റുമോ, ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ ചെയ്തു തരും. അങ്ങനെ ആകുമ്പോൾ ഞാനത് ബോർഡിൽ അവതരിപ്പിക്കും. അങ്ങനെ ബോർഡിൽ അവതരിപ്പിച്ച് അതിനുള്ളൊരു റെസൊല്യൂഷൻ പാസ്സാക്കി അത് ഗവൺമെൻറ്റിലേക്ക് പോയി അവരെ കൊണ്ട് അത് സാങ്ഷൻ ചെയ്ത് ആ എമൗണ്ട് ആയതിനു ശേഷം DPR മറ്റും കാര്യങ്ങളും സാധാരണ ചെയ്യാറുള്ളത്. എങ്ങനെ ഇങ്ങനെ വൈവിധ്യങ്ങളായ പദ്ധതികൾ ഒരു പ്രദേശത്ത് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് കുളത്തിൻ്റെ നവീകരണം കഴിഞ്ഞാൽ അടുത്ത വരുന്നത് വലിയൊരു പദ്ധതി ഷീ ലോഡ്ജ്, പിന്നെ വലിയൊരു സബ് സെൻറ്ററിലൊന്നും ഇങ്ങനെ 2 നില കെട്ടിടം ഇതുവരെ മണ്ണാർക്കാട് കാണാത്ത അല്ലെങ്കിൽ ഈ താലൂക്കിലൊന്നും ഇല്ലാത്തൊരു പദ്ധതിയാണ്. അതെങ്ങനെയാണ്? അടുത്ത് കുളക്കടവ്, ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ കുളക്കടവ്, അങ്ങനെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? ഇത് നമ്മൾ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജനങ്ങളുടെ ആവശ്യം എന്ന് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ സാധാരണഗതിയിൽ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷീ ലോഡ്ജ് ഇല്ല. പലപ്പോഴും ഞാൻ ഈ ആളുകളുടെ ഈ പരാതി, ഇപ്പോൾ ഞാൻ അറിയാലോ സ്കൂളിലും കോളേജുകളിലും മാനേജ്മെൻറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന ടൈമിൽ ഏതോ ഭാഗത്തുനിന്ന് ഒരു PSC എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സ്ത്രീകൾ വരുമ്പോൾ ചിലപ്പോൾ വൈകിട്ട് വന്ന് ഇവിടെ താമസിക്കേണ്ടി വരും. രാവിലെ കുളിച്ച് ഫ്രഷായി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനൊരു സ്ഥലമില്ല. അവർ ഹോട്ടലാണെങ്കിൽ വലിയ വാടക കൊടുക്കണ്ടേ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ദിവസം ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇത് കണ്ടു. കാണുമ്പോൾ ഇത് കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല നമ്മളെ ബ്ലോക്കിലേക്ക് ഒരു വരുമാനമാകും. അത് ചെറിയ സംഖ്യ നമ്മൾ വാങ്ങുക അവരേക്ക്, വലിയ ഒരു സംഖ്യ അല്ല. നിങ്ങളുടെ ഗവൺമെൻറ്റിലേക്ക് 100 രൂപ ഒക്കെ വെച്ചിട്ട് നമ്മൾ റെൻ്റ് ഈടാക്കി അത് നമ്മളെ ബ്ലോക്കിലേക്ക് ഒരു അസറ്റും ആവും. ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടത്. പിന്നെ കടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ഈ ബലിതർപ്പണ സമയത്തൊക്കെ ഇവിടുന്ന് വണ്ടി ഒക്കെ എടുത്ത് പോയി, ഇവിടെ സൗകര്യമില്ലാത്ത കാരണം പല തിരുനാവായ അതുപോലത്തെ കരിമ്പുഴ അവിടെയൊക്കെ പോയിട്ടാണ് ആളുകൾ ബലിതർപ്പണം ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏനാനിമംഗലം ക്ഷേത്രം വളരെ വിപുലമായ ഒരു കടവട്ട ഇതുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് എൻ്റെ പഞ്ചായത്തിന് അനുവദിച്ച സംഖ്യ ഞാൻ 2 വർഷങ്ങളിൽ ആയിട്ടാണ് അത് ഡ്യുവലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് ഇത്ര വലിയ ഒരു കടവ് അവിടെ നല്ല ഇതായ ഒരു കടവ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മളെ ബഹുമാനപ്പെട്ട MLA ഒരു സഹായത്തോടെ അദ്ദേഹം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സഹായിച്ചിട്ടുണ്ട്. മറ്റേ തൂക്കുപാലം ഞാൻ ആവശ്യപ്പെട്ട് അവിടുന്ന് നമ്മളെ കൈതച്ചിറ റോഡ് ഇങ്ങോട്ട് നിർമ്മിച്ച് മറ്റേ തൂക്കുപാലമൊക്കെ പ്രവർത്തിയ സിൽക്കിനെ കൊണ്ട് വർക്ക് ചെയ്തതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കാണുന്നത്. ആ പയ്യന്നൂർ റോഡ് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകുന്ന സമയങ്ങളിൽ പലപ്പോഴും മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു പേരാണ് ശ്രീ മുസ്തഫ ഫറൂഖൻ എന്നുള്ളത്. അതിൽ എങ്ങനെയാണ് താങ്കളുടെ ഇടപെടലുകൾ? അത് നമുക്കറിയാം, കേരള സർക്കാർ ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കുറച്ച് റോഡുകൾ മണ്ണാർക്കാട് പാസ്സാക്കി. അതിലൊന്നാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ചെറുകൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ്, 2 നമ്മൾ കോങ്ങാട് റോഡ്, 3 പയ്യനടം റോഡ്. ഈ MES കല്ലടി കോളേജ് പയ്യനടം റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം PWD
ഏറ്റെടുത്ത റോഡാണ്. ഈ റോഡിൻ്റെയൊക്കെ മുന്നേ ഫസ്റ്റ് PWD ഏറ്റെടുത്ത റോഡാണ് ഈ റോഡ്, ഈ പയ്യനടം മൈലമ്പാടം റോഡ്. ആ സമയത്ത് നമ്മളെ ബഹുമാനപ്പെട്ട MLA കിഫ്ബിയിലേക്ക് ഇത് എഴുതി കൊടുക്കുകയും അന്നത്തെ സാഹചര്യത്തിൽ 12 കോടി രൂപയോളം അതിന് പാസ്സാക്കി. ഇവിടെ നമ്മുടെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട സുധാകരൻ മിനിസ്റ്റർ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഏറ്റെടുത്ത ഏജൻസി അവർ ഇത് നടപ്പിലാക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. വേണ്ട മാതിരിക്ക് ഫണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ വർക്ക് അവിടെ മുടങ്ങിക്കിടന്നു. ആ സമയത്താണെങ്കിൽ റോഡ് പൊളിച്ചിടുകയും ചെയ്തു. ജനങ്ങൾക്കൊക്കെ പൊടിശല്യം അതുപോലെ ഒരുപാട് ഏകദേശം 3 വർഷക്കാലം വളരെയധികം ബുദ്ധിമുട്ടി. ആ സമയത്ത് ബഹുമാനപ്പെട്ട MLA അത് നിയമസഭയിൽ ഉന്നയിക്കുന്നു, പ്രശ്നങ്ങൾ ചീഫ് CEO കാണുന്നു. അങ്ങനെ പറ്റുള്ള ഇതിലൊക്കെ പോയി കണ്ട് ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെയും റോഡ് അവിടെ ഇതാക്കുക. അതിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ സമീപിക്കുന്നത്. ഹൈക്കോടതി അതിൽ കിഫ്ബിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു, എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും കിഫ്ബിയുടെ ഭാഗത്തുനിന്നൊരു അനുകൂല നിലപാട് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ പിന്നെ കിഫ്ബിൻ്റെ പേരിലേക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തു. അങ്ങനെ അവിടെ CEO കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ട് അതിന് സമയം പറഞ്ഞു. ആ സമയം അന്ന് അതാണ് പേപ്പറിലൊക്കെ നിങ്ങളെല്ലാവരും ആ റിപ്പോർട്ട് വരാൻ കാരണം. അതിന് ശേഷമാണ് സമയബന്ധിതമായി ഈ വർക്ക് തീർത്തത്. ഇപ്പോൾ കുമരമ്പത്തൂർ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ്. ഇനി എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും കുമരമ്പത്തൂർ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും അതുപോലെ സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ അതൊന്നും പൂർത്തീകരണമായിട്ടില്ല. അതിലേക്ക് ഊന്നൽ കൊടുക്കണം നമ്മൾ. കുടിവെള്ളമായിട്ടുണ്ടെങ്കിലും അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജനങ്ങളുടെ സാധാരണ വിഷയങ്ങളിൽ ഇടപെട്ട് അവർക്ക് പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്ക് അനുയോജ്യമായ പ്രൊജക്റ്റുകൾ കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശം. താങ്കൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്താണ് പയ്യനടം സ്കൂളിൽ ഒരു കുട്ടികൾക്ക് ഗ്രൗണ്ട് ഇല്ല എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ വരികയും അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും ചെയ്തതായുണ്ട്. എങ്ങനെയായിരുന്നു പയ്യനടം GLP സ്കൂള്? അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം അവിടെ ക്ലാസ് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കുമരമ്പത്തൂർ പഞ്ചായത്തിലത്തെ മെമ്പറായിരുന്നു CP മായിങ്കാക്ക. ആ സമയത്ത് ഞാൻ വികസന കമ്മിറ്റി ചെയർമാൻ. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം അതിൻ്റെ അടുത്ത് സ്കൂളിന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വെക്കുകയും ആ 10 സെൻറ്റ് സ്ഥലം നമ്മളത് സ്കൂളിന് വേണ്ടി വാങ്ങുകയും ചെയ്തു. അതിന് ശേഷമാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു വിഷയവുമായി ആളുകൾ വരുന്നത്. അതിന് കുറേ പൈസയ്ക്ക് അവിടെയുള്ള PTA അതുപോലെ തന്നെ അവിടെ സാധാരണക്കാരായ ആളുകളൊക്കെ പാടെ പിരിവ് നടത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവരൊരു 15 ലക്ഷം രൂപയുടെ ഷോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ബ്ലോക്കിലെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ. ആ സമയത്ത് നമുക്ക് ബ്ലോക്കിന് സ്ഥലം വാങ്ങാനുള്ള പ്രൊവിഷനില്ല. അപ്പോൾ ഞാൻ കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെയും അവിടുത്തെ വികസന കമ്മിറ്റി ചെയർമാനെയും അതുപോലെ തന്നെ ആ വാർഡിലെ മെമ്പർ അജിത്തിനെ വിളിക്കുകയുണ്ടായി. അതിനുശേഷം ഞാനും അവരുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ KPS, അതുപോലെ തന്നെ ശ്രീകുമാർ മാഷ്, നമ്മുടെ AK അച്യുതൻ, പിന്നെ രവി വെള്ളാരംകുട്ടിലെ, ഇങ്ങനെ കുറച്ച് ആളുകൾ എന്നെ വന്ന് സമീപിച്ചു. ആ സമീപിച്ച സമയത്ത് ഞാൻ 15 ലക്ഷം രൂപ ബ്ലോക്കിന് സ്ഥലം വാങ്ങാനൊരു പ്രൊവിഷനില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പഞ്ചായത്തിനെങ്കിലും കൂട്ടി ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യാം എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 2 ലക്ഷം രൂപ
ഗ്രാമപഞ്ചായത്തും 13 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ രണ്ടാളും പാടെ കൂടി ആ 13 ലക്ഷം രൂപ അവർക്ക് ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തു. അത് നമ്മൾ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക് ആ എമൗണ്ട് ഫോർവേഡ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്ഥലം വാങ്ങുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ എടേരം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ മുസ്തഫ ഫറൂഖൻ ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരട്ടെ, വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ജനങ്ങളുടെ സഹകരണം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.